പ്രായമായ പിഞ്ചുകുഞ്ഞിന് ശ്രീചിത്രയിൽ ഒരുക്കിയിട്ടുള്ളത്. പശ്ചിമബംഗാളിൽ തെരഞ്ഞെടുപ്പിനിടെ അക്രമം. റായ്ഗഞ്ചിൽ സ്ഥാനാർത്ഥിയായ CPM പോളിറ്റ് ബ്യൂറോ അംഗം മുഹമ്മദ് സലീമിന്റെ കാറിന് നേരെ ആക്രമണം ഉണ്ടായി. അക്രമത്തിൽ സലീമിന് പരിക്കുപറ്റി. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് KP അഭിലാഷ് ചേരുന്നു. അഭിലാഷ്, എന്താണ് റായ്ഗഞ്ചിൽ നിന്നുള്ള വിവരം? സ്ഥാനാർത്ഥിക്ക് നേരെ ആക്രമണം എന്നാണ് വിവരങ്ങൾ. എന്തൊക്കെയാണ് അഭിലാഷ്? ശരത്ത്, അല്പസമയം മുമ്പാണ് റായ്ഗഞ്ചിൽ CPMന്റെ സ്ഥാനാർത്ഥിയായ മുഹമ്മദ് സലീമിന്റെ വാഹനത്തിന് നേരെ ആക്രമണം ഉണ്ടായത്. ഒരു പറ്റം ആളുകൾ വാഹനത്തിന് നേരെ കല്ലെറിയുകയായിരുന്നു എന്നാണ് സ്ഥാനാർത്ഥി തന്നെ വ്യക്തമാക്കുന്നത്. വേണ്ടത്ര സുരക്ഷാ സംവിധാനങ്ങൾ അടക്കം ഇവിടെ ഒരുക്കിയിരുന്നില്ല എന്ന പരാതിയും സ്ഥാനാർത്ഥി തന്നെ മുന്നോട്ട് വെക്കുന്നുണ്ട്. ലോക്കൽ പോലീസ് നിസ്സഹായരായി നിൽക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ പശ്ചിമ ബംഗാളിലെ ബൂത്തുകളിൽ ഉൾപ്പെടെ കാണാൻ സാധിക്കുന്നത് എന്ന ആക്ഷേപവും മുഹമ്മദ് സലീം ഉന്നയിക്കുകയാണ്. എന്തായാലും ആക്രമണത്തിൽ അദ്ദേഹത്തിന് കാര്യമായ പരിക്കൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് അറിയുന്നത്. വാഹനത്തിന് നേരെ കല്ലെറിയുകയായിരുന്നു ഒരുപറ്റം ആളുകൾ എന്നാണ് അറിയുന്നത്. വാഹനത്തിന് നേരെ കല്ലെറിയുകയായിരുന്നു ഒരുപറ്റം ആളുകൾ കല്ലെറിഞ്ഞു എന്നുള്ളതാണ് പറയുന്നത്. ഇത് തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകരാണ് എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. ഇത്തരത്തിൽ ഇന്ന് തെരഞ്ഞെടുപ്പ് നടക്കുന്ന പല ബൂത്തുകളും തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകർ കയ്യേറിയിരിക്കുകയാണ് എന്നും അവർ ആയുധങ്ങളും മറ്റുമായാണ് ഈ ബൂത്തുകളിൽ എത്തിയിട്ടുള്ളത് എന്നും സാധാരണക്കാരായ വോട്ടർമാർക്ക് വോട്ട് ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണ് ഇപ്പോൾ പശ്ചിമ ബംഗാളിൽ ഉള്ളത് എന്നുമാണ് പശ്ചിമ ബംഗാളിലെ റായ്ഗഞ്ച് മണ്ഡലത്തിൽ നിന്ന് ജനവിധി തേടുന്ന മുഹമ്മദ് സലീം ഇപ്പോൾ വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നത്. ബംഗാളിൽ നമുക്കറിയാം ഈ ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് 3 സീറ്റുകളിലേക്കാണ്. ഏറ്റവും പ്രധാനപ്പെട്ട പോരാട്ടം തന്നെയാണ് പശ്ചിമ ബംഗാളിൽ നടക്കുന്നത്. അവിടെ CPIM-ഉം തൃണമൂൽ കോൺഗ്രസും തമ്മിലുള്ള പോരാട്ടം നടക്കുമ്പോൾ തൃണമൂൽ പ്രവർത്തകർ CPIM പ്രവർത്തകരെ സ്ഥാനാർത്ഥികളാകാൻ പോലും സാധിക്കാത്ത പശ്ചാത്തലമാണ് ഉണ്ടാകുന്നത്. ആ തരത്തിലുള്ള ആക്രമണമാണ് അഴിച്ചുവിടുന്നത് എന്നുള്ളത് CPM നേരത്തെ തന്നെ ആരോപിക്കുന്നതാണ്. CPM കുടുംബങ്ങളിൽപ്പെട്ട ആളുകൾക്ക് വോട്ട് ചെയ്യാൻ പുറത്തിറങ്ങാൻ പോലും അനുവദിക്കുന്നില്ല തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകർ. അങ്ങനെ കായികമായി ഈ വോട്ടെടുപ്പിനെ നേരിടുകയാണ് തൃണമൂൽ കോൺഗ്രസ് ചെയ്യുന്നത്. പശ്ചിമ ബംഗാളിൽ CPM-ന്റെ പ്രവർത്തകർക്കോ അല്ലെങ്കിൽ അത്തരത്തിൽ പാരമ്പര്യമുള്ള കുടുംബത്തിലെ ആളുകൾക്കോ ഒന്നും വോട്ട് ചെയ്യാൻ പറ്റാത്ത പശ്ചാത്തലമാണ് ഇപ്പോൾ ഉള്ളത് എന്നുകൂടി CPM ആരോപിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വേണ്ടത്ര ശ്രദ്ധ പുലർത്തിയില്ല എന്ന ഒരു ആരോപണം കൂടിയാണ് ഇപ്പോൾ മുഹമ്മദ് സലീം മുന്നോട്ട് വയ്ക്കുന്നത്. അതായത് കൃത്യമായ സുരക്ഷ ഒരുക്കേണ്ടതുണ്ടായിരുന്നു. പശ്ചിമ ബംഗാൾ പോലെയുള്ള സംസ്ഥാനത്തെ ലോക്സഭാ മണ്ഡലങ്ങളിൽ അത്തരത്തിലുള്ള ഒരു കാര്യമായ സുരക്ഷ ഒരുക്കിയിരുന്നില്ല. ഇതിന്റെ ഭാഗമായാണ് ഇത്തരത്തിൽ തന്റെ വാഹനത്തിന് നേരെ പോലും ആക്രമണം ഉണ്ടാകുന്നത് എന്നാണ് മുഹമ്മദ് സലീം പറയുന്നത്. എന്നാൽ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ പശ്ചിമ ബംഗാളിലെ ബൂത്തുകളിൽ നിന്ന് പ്രവർത്തകരെ അടക്കം അടിച്ച് ഓടിക്കുന്നതും നമുക്ക് വ്യക്തമാകുന്നുണ്ട്. അത്തരത്തിൽ പൂർണ്ണമായും ഉദ്യോഗസ്ഥർ വിന്യസിച്ചിട്ടില്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ഉദ്യോഗസ്ഥരും പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഉദ്യോഗസ്ഥർ ലാത്തിചാർജ് നടത്തി തന്നെ പ്രവർത്തകരെ പ്രദേശത്ത് നിന്ന് നീക്കുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ വേണ്ടത്ര ഉദ്യോഗസ്ഥരെ നിയോഗിച്ചിട്ടില്ല. പ്രത്യേകിച്ച് പ്രാദേശിക പോലീസ് സംവിധാനങ്ങൾക്ക് കൃത്യമായി ഇടപെടാൻ സാധിക്കാത്ത ഒരു പശ്ചാത്തലത്തിൽ കൂടുതൽ സുരക്ഷാ സേനയെ വിന്യസിക്കണമായിരുന്നു. അങ്ങനെ സുരക്ഷാ സേനയെ വിന്യസിച്ചിട്ടില്ല എന്ന പരാതിയാണ് ഇപ്പോൾ CPIM ഉന്നയിക്കുന്നത്.